എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വി ഹാഡ് ആൻ അമേസിങ് ഓസം സിഡ്നി ട്രിപ്പ്. അപ്പം അതിൻ്റെ വീഡിയോകൾ വൺ ആഫ്റ്റർ ദി അതർ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. എന്നാൽ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ വെളുപ്പിന് 2:45 തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ 7-Eleven ഷോപ്പിൽ പോയി കുറച്ച് ഐസ് ക്യൂബ്സ് വാങ്ങിക്കണം. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രുചിയേറിയ കുറച്ച് ഭക്ഷണങ്ങൾ കരുതിയിട്ടുണ്ട്. അതിനെ പ്രിസർവ് ചെയ്യാൻ കുറച്ച് ഐസ് വേണം. അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോഫ്സ് ഹാർബറിലെത്തി. ഇതാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക്, ദ ബിഗ് ബനാന. ഏക്കർ കണക്കിന് വാഴത്തോപ്പുകളാണ് ചുറ്റും. കണ്ടിന്യൂസ് 4 മണിക്കൂറോളം യാത്രയല്ലായിരുന്നോ? ഇപ്പോഴാണൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയത്. ആ സന്തോഷത്തിലാണ് മക്കളെല്ലാവരും. ഇവിടെ അടുത്ത് തന്നെ ചാർജിങ് സ്റ്റേഷനും ഉള്ളത് കാരണം അത് സൗകര്യമായി. കൊള്ളാം. ഇതാ ശംഖുപുഷ്പം തന്നെയല്ലേ ഇത്? വണ്ടി ചാർജ് ചെയ്യുന്ന സമയം കൊണ്ട് കോഫ്സ് ഹാർബർ കാണാനും അത്യാവശ്യം റെസ്റ്റ് എടുക്കാനും സാധിച്ചു കേട്ടോ. എല്ലാവരും റീഫ്രഷ്ഡ് ആയി. കസേഗ്രീൻ വൈനറിയാണ്. ഇതൊരു ഫ്രഞ്ച് ട്രഡീഷൻ്റെയും ഓസ്ട്രേലിയൻ ഇന്നോവേഷൻ്റെയും ഒരു ബ്ലെൻഡ് ഫോമായിട്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞ വൈനറി കാണാനൊന്നുമല്ല വന്നത്. ഗൂഗിൾ നോക്കിയൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ്, പക്ഷെ ഭക്ഷണമൊന്നുമില്ല. സോ വി ഹാവ് ടു ഗോ ബാക്ക്. എന്താണേലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ പരിസരം ഒന്ന് നടന്നു കാണാൻ തന്നെ തീരുമാനിച്ചു. ലാവെൻഡർ കണ്ടോ പൂത്തുലഞ്ഞു കിടക്കുന്നത്? വെരി പ്രിറ്റി. കോഫ്സ് ഹാർബറിൽ നിന്ന് ഞങ്ങൾ ഇതാ പോർട്ട് മക്വയർ ലൈറ്റ് ഹൗസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഹൗസ് എത്തിപ്പോയി. ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസിൽ വന്നിട്ട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാതെ എങ്ങനെയല്ലേ? സോ ഹിയർ അവർ സെൽഫി ടൈം. വളരെ മനോഹരമായ കാഴ്ചകളാണ് ചുറ്റും. ഇവിടുന്ന് മാറാൻ പോലും തോന്നുന്നില്ല കേട്ടോ. പിള്ളേര് തേരാപ്പാര അതിലെല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പക്ഷെ അധികം നേരം നിൽക്കാനൊരു ധൈര്യമില്ല. കാറ്റടിച്ച് സിക്കായാലോ. കോഫ്സ് ഹാർബറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിൽ പോകണം തീരുമാനിച്ചതാണ്. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി ലൈറ്റ് ഹൗസിൽ വന്നതാണ്. വിശപ്പിൻ്റെ വിളി വല്ലാതെ കേട്ടു തുടങ്ങി. പിള്ളേരാണെങ്കിൽ ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങുകയായി. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നതിന് ശേഷം നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചതാ. കണ്ടോ, ദ ഗ്രിൽ. നീറ്റ് അപ്പിയറൻസ്. വലിയ കാര്യത്തിന് അങ്ങ് ചെന്നതാ. ബുക്ക് ചെയ്യണമായിരുന്നു, അവിടെയും പോകാൻ സാധിച്ചില്ല. സോ വി നീഡ് ടു ഹണ്ട് അഗെയിൻ. ഇത് കണ്ടോ, ഇവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഡോൾഫിൻ സ്വിം ചെയ്യുന്നത് കാണാം. ഫൈനലി ഞങ്ങൾക്ക് ചോപ്പാനിക്കൽ റെസ്റ്റോറൻറ്റിൽ പോകാൻ സാധിച്ചു കേട്ടോ.
അങ്ങനെ ചോപ്പ് ആൻഡ് ഗ്രിൽ റെസ്റ്റോറൻറ്റിൽ നിന്നും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കാണാൻ സാധിച്ചു കേട്ടോ. ഞങ്ങളുടെ നഴ്സിംഗ് കോളേജിലെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ഐ വാസ് സോ എക്സൈറ്റഡ്. ചില യാത്രകൾക്ക് മാധുര്യം കൂടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരെയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കാണാൻ സാധിക്കുമ്പോഴാണ്. പോർട്ട് മക്വയറിൽ നിന്ന് ബ്ലൂ മൗണ്ടൻസിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം ശരിക്കും ഇരുട്ടാൻ തുടങ്ങി. അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. വീട് കണ്ടുപിടിക്കാൻ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നാലും എത്തിയല്ലോ, ദൈവത്തിന് 1000 നന്ദി. വീട്ടിലെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. ചുറ്റും നടന്ന് ഓരോ മുറികളും കാണുകയാണ്. പോരെ, ഞങ്ങളും കാണിക്കാം വീടിൻ്റെ അകമൊക്കെ.